ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? ദേവി ഭാഗവതം പാരായണം ചെയ്യേണ്ട വിധിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഇന്നോട്ടിട്ട് ശ്രീമദ് ദേവി ഭാഗവതം നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം കേട്ടോ. ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രമേൽ സ്നേഹത്തോട് കൂടിയിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്ന അമ്മയാണ്. നമ്മൾ പറയൂലോ, അമ്മയാണ് ഭഗവതി. ഭഗവതി അമ്മയുടെ സ്ഥാനത്താണ്. നമുക്ക് എങ്ങനെ അനുഗ്രഹം കൊടുക്കണം, മക്കളെ എങ്ങനെയാണ് ദുഃഖത്തിൽ നിന്ന് കരകയറ്റേണ്ടതെന്നുള്ള ഒരു ഭാവത്തിലാണ് ഭഗവതി ഇരിക്കുന്നത്. വളരെയധികം ഭക്തവാത്സല്യാണ് ഭഗവതിക്കുള്ളത്. അതിലുപരിയായിട്ട് മാതൃവാത്സല്യാണ് ഭഗവതിക്കുള്ളത്. അപ്പൊ ഈ ദേവി ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നത് ആരാന്നറിയോ? ശൗനക മുനിയാണ് കേട്ടോ. ശൗനകം പറഞ്ഞു, പുരുഷ ശ്രേഷ്ഠനായ സൂത, സത്പുരാണ പാരാംഗതനായ അങ്ങ് എത്ര ധന്യനാണ്. കൃഷ്ണദ്വൈപായനൻ വിരചിച്ചതായ 18 പുരാണങ്ങളും അങ്ങ് പഠിച്ചിരിക്കുന്നു. അവയാണെങ്കിൽ 5 ലക്ഷങ്ങളും ഗൂഢമായ അർത്ഥങ്ങളും നിറഞ്ഞതാണ്. സത്യവതി പുത്രനായ വ്യാസനിൽ നിന്നും അവയുടെ അന്തരാർത്ഥങ്ങൾ അങ്ങ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. കലിമലം തീണ്ടാത്ത ഈ പരിപാവന ദേശത്ത് അങ്ങ് എത്തിച്ചേർന്നത് ഞങ്ങളുടെ പുണ്യമാണ്. ഞങ്ങൾ മുനിമാരുടെ ഈ സംഘം പുരാണ ശ്രവണോത്സുകരായി വന്നിരിക്കുന്നു. ദയവായി കഥ ആരംഭിച്ചാലും. അങ്ങേക്ക് താപത്രയങ്ങളിൽ നിന്നും മുക്തിയുണ്ടാവട്ടെ. വേദസന്നിഭമായ കഥകളെ കേൾക്കാത്ത കാതുകൾ എന്തിനാണ്? കേൾക്കാനും ആസ്വദിക്കാനും കഴിവുണ്ടെങ്കിലും പുരാണം കേൾക്കാത്തവർ ദൈവശാപമേറ്റവർ തന്നെ. എരിവ്, പുളി മുതലായ 6 രസങ്ങൾ രസനയ്ക്ക് എങ്ങനെ രസമേകുന്നുവോ അതുപോലെ ബുദ്ധിമാന്മാരായ മഹത്തുക്കളുടെ വചനങ്ങൾ കാതിനെ രസിപ്പിക്കുന്നു. കാതില്ലാത്ത ഉരകങ്ങൾ പോലും സംഗീതത്തിൽ ലയിക്കുന്നു. ചെവിയുണ്ടായിട്ടും ഇത് കേൾക്കാത്തവർ ബധിരർ തന്നെയാണ് തീർച്ച. കലിയെ ഭയങ്കരമായിട്ട് ഭയക്കണ ഈ മാമുനിമാരുണ്ടല്ലോ, ഇവരെല്ലാവരും നൈമിഷാരണ്യത്തില് കഥ കേൾക്കാനായിട്ട് വളരെയധികം ഉത്സാഹത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. മുനിമാർക്ക് കഥ കേൾക്കാൻ അങ്ങനെ ധൃതിയായിട്ടിരിക്കുകയാണ്. മൂഢന്മാർ തങ്ങളുടെ ഇഹലോകവാസകാലം ദുഃഖിച്ചു കഴിയുന്നു. വിദ്വാൻമാർ ശാസ്ത്രചിന്തയിൽ സമയം കഴിക്കുന്നു. ശാസ്ത്രങ്ങളിൽ സാത്വികമായത് വേദാന്തമാണ്. മീമാംസകൾ രാജസവും തർക്കശാസ്ത്രം താമസവുമാണ്. കുതർക്കവും ഹേതുനിർണയവും നിറഞ്ഞ ന്യായശാസ്ത്രം വിചിത്രമാണ് എന്നും നമുക്കറിയാം. പുരാണങ്ങളിലും ഇങ്ങനെ ത്രിഗുണാത്മകങ്ങളായ അനേകം കഥകളുണ്ട്. വേദതുല്യമായ 5-ാം വേദമായി അങ്ങു തന്നെ ഭാഗവതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ധർമാർത്ഥ കാമ മോക്ഷങ്ങളും മുക്തിയും പ്രദാനം ചെയ്യാൻ ഉതകുന്ന കഥകളിൽ ചിലത് മാത്രം അങ്ങയിൽ നിന്നും ഞങ്ങൾ കേട്ടു. ഇനി ഈ പുരാണത്തെ വിശദമായി പറഞ്ഞു തരാൻ ദയവുണ്ടാകണം. മാമുനിമാരെ പിന്നെ സൂതമുനിയോട് അഭ്യർത്ഥിക്കുകയാണ്. സത്വഗുണനിധിയായ അങ്ങേക്ക് വ്യാസനിർമ്മിതമായ ഭാഗവതം നന്നായി അറിയാം. ദേവന്മാർക്ക് അമൃതിലുള്ള ആശ തീരാത്തതുപോലെ ഞങ്ങൾ താപസർക്ക് അങ്ങയുടെ മുഖതാവിൽ നിന്നു വരുന്ന കഥാ അമൃതമുണ്ട് മതി വരുന്നില്ല. അമൃത കഴിക്കുന്നവർക്ക് മുക്തി ലഭിക്കണമെന്നില്ല. എന്നാൽ ഭാഗവതാമൃതം ഉണ്ണുന്നത് മുക്തിദായകമാണത്രേ. ഞങ്ങൾ യജ്ഞങ്ങൾ അനവധി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ മനസ്സിൽ പ്രശാന്തി ഉണ്ടായിട്ടില്ല. യാഗങ്ങൾക്ക് സത്ഫലമുണ്ട്. എന്നാൽ അത് വെറും നൈമിഷികം മാത്രം. ഫലത്തിന്റെ അനുഭവകാലം കഴിഞ്ഞാൽ നാം തിരികെ വരണല്ലോ. സംസാര ചക്രത്തിൽ നിരന്തരമായി ചുറ്റാൻ വിധിക്കപ്പെട്ടവരാണ് നാം. എന്നാൽ ജ്ഞാനമാണ് ഈ അനന്തമായ ചംക്രമണത്തെ അവസാനിപ്പിക്കുന്നത്. അത് ലഭിക്കാൻ ഗുഹ്യമാണെങ്കിലും രസനിഷ്യന്തിയായ ഭാഗവതം ഈ മുമുക്ഷുക്കൾക്കായി പകർന്നു തരാൻ ദയവുണ്ടാകണം എന്ന് ശൗനകൻ സൂതനോട് ചോദിക്കുകയാണ്. ഇതാണ് 6-ാമത്തെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ഇതിന് സൂതൻ പറയുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തിൽ 7-ാം ഭാഗത്തിൽ കേൾക്കാട്ടോ.